അലീഫ തുറമുഖത്തിൻ്റെ ഉടമസ്ഥൻ അദാനിയാണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കൃഷിക്കുമായിട്ടൊക്കെ ഇസ്രയേലിൽ പോകുന്നതായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും. വ്യവസായികളുണ്ട്, കച്ചവടക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്, മെഷീനറി എന്ന് പറഞ്ഞ കൂലിപ്പട്ടാളക്കാരുണ്ട്. ഈ അലീഫ തുറമുഖം അദാനിയുടെ വകയാണ്. ഈ ഹമാസിൻ്റെ ബോംബെങ്ങാനും വഴിതെറ്റി യവൻ്റെ തലയ്ക്ക് വീണാൽ തകരും. അപ്പോൾ ഞെട്ടിയത് സ്വാഭാവികം. ഇനി ഇടനാഴി, അല്ലെങ്കിൽ മധ്യ യൂറോപ്പ് എന്ന് പറയുന്ന ഹംഗറി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇവ ഗ്രീസിൻ്റെ വടക്ക് കിടക്കുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ നിന്നും ഗ്രീസിലേക്കൊരു തീവണ്ടിപ്പാത പണിയും. ഗ്രീസിൽ 4 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ പുതുതായിട്ട് പണിയും. ആ 4ൻ്റെയും നിർമ്മാണ കരാർ എടുത്തിരിക്കുന്നത് അദാനിയാണ്, അദാനി പോർട്ട്സാണ്. ആ പോർട്ടുകൾ, ആ ദ്വീപുകളിൽ, ആ തുറമുഖങ്ങളിൽ നിന്ന് അലീഫ തുറമുഖത്തേക്ക്, ഇസ്രായേലിലുള്ള അലീഫ തുറമുഖത്തെത്തും. ഇസ്രായേൽ വഴി ജോർദാൻ വഴി ബാഗ്ദാദിലേക്ക് പുതിയ തീവണ്ടിപ്പാത പണിയും. ബാഗ്ദാദ് തുറമുഖം ഇറാഖ് സർക്കാരിൻ്റെ കീഴിലാണ്. ബാഗ്ദാദിൽ നിന്നും ഗുജറാത്തിലുള്ള ബാന്ദ്രെ തുറമുഖത്തെത്തും. ബാന്ദ്രെ അദാനിയുടെ ഉടമസ്ഥതയിലാണ്. ബാന്ദ്രയിൽ നിന്ന് നേരെ വിഴിഞ്ഞത്തെത്തും. വിഴിഞ്ഞം ആരുടേതാണെന്ന് ഞാൻ പറയേണ്ടതില്ല. വിഴിഞ്ഞത്ത് നിന്നും കൊളംബോയിലെത്തും. കൊളംബോയിൽ ഭാഗികമായിട്ട് അദാനിക്കാണ് ഉത്തരവാദിത്വം. അവിടുന്ന് നേരെ കൊലാലംപൂരിലേക്ക് എത്തും, മലയയിൽ. അവിടെയും ഉടമസ്ഥത അദാനിക്ക് തന്നെയാണ്. അപ്പോൾ മധ്യ യൂറോപ്പ്, പശ്ചിമേഷ്യ, ഇന്ത്യ, ദക്ഷിണേഷ്യ ഇടനാഴി വന്നാൽ, സാമ്പത്തിക വാണിജ്യ ഇടനാഴി വന്നാൽ അതിൻ്റെ ഗുണഭോക്താവാര്? അദാനി പോർട്ട്സാണ്, ഇന്ത്യൻ കോർപ്പറേറ്റാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ രഹസ്യം എന്താ? ഒന്ന്, 2001-2002 ഗുജറാത്ത് വംശഹത്യയുടെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ മിനുക്കിയെടുക്കണം. ക്ലാവ് പിടിച്ചത് പൂശി വൃത്തിയാക്കി സുവർണരേഖയാക്കി മാറ്റണം. മറ്റൊന്ന്, ഈ സഞ്ചാരത്തിലൂടെ ലോകരാഷ്ട്രങ്ങളുമായി ഇന്ത്യൻ മുതലാളിമാർക്ക് കച്ചവട സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ലക്ഷ്യം. ഈ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ വക്താവായിട്ടാണ് അദാനി, നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര സമൂഹത്തിൽ അദ്ദേഹം സ്വീകാര്യനാവുന്നത്. ആരുകൊണ്ട് സ്വീകാര്യനാവുന്നത്? നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൂടെ. ഞാൻ നല്ല പ്രഭാഷകനാണ് നാട്ടുകാർ പറയുന്നത് എങ്ങനെ? നിങ്ങളിത് പ്രചരിപ്പിക്കുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ നല്ലൊരു പ്രസംഗകനാണെന്ന് മറ്റൊരാൾ, സുമാർ അഴീക്കോട് നല്ല പ്രസംഗനായിരുന്നു, നാട്ടുകാർ അറിഞ്ഞെങ്ങനെയാണ്? പത്രങ്ങൾ എഴുതിയുണ്ടല്ലോ. അപ്പോൾ മാധ്യമങ്ങൾ എഴുതുന്നതുകൊണ്ടാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഇന്ന് ആരുടെ നിയന്ത്രണത്തിലാണ്? കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാണ്. ആ കോർപ്പറേറ്റുകളാണ് ഇവർക്ക് പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്ന നല്ലൊരു ഭരണാധികാരിയാണ് മോദി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകാര്യനായിരിക്കുന്നത്. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല. കോർപ്പറേറ്റ് മീഡിയയ്ക്കും താല്പര്യമില്ല. ജനങ്ങളെ വൈകാരികമായിട്ടാണ് വെച്ചഴിക്കുന്നത്. 24-ലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് 12 പുതിയ സിനിമകളാണ് അവരിറക്കിയത്. അതിൽ കാശ്മീർ ഫയൽസ് ഉണ്ട്, കേരള സ്റ്റോറിയുണ്ട്, വീര സാവർക്കറുണ്ട്, പിന്നെ ശിവജിയെക്കുറിച്ചൊരു സിനിമ ഇറങ്ങി. അങ്ങനെ 12ഓളം സിനിമകൾ. 80കളിൽ തന്നെ തുടങ്ങിയ രാമായണ മഹാഭാരതം സീരിയലുകൾ, പിന്നെ സംഭാജിയെക്കുറിച്ചും ശിവജിയെക്കുറിച്ചുമുള്ള ഈ ചരിത്ര റാണാ പ്രതാപൻ തുടങ്ങിയ ആൾക്കാരെക്കുറിച്ചുള്ള ഈ ചലച്ചിത്രങ്ങളോ അല്ലെങ്കിൽ റേഡിയോ നാടകങ്ങളോ ഈ TV നാടകങ്ങളോ ഒക്കെ കൊണ്ടുവരുന്നു. ഇതെല്ലാം വൈകാരികമായിട്ട് ജനങ്ങളിൽ ഹിന്ദുത്വബോധം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്നു. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകൾ ചൂഷണം ചെയ്യുന്ന കാര്യം അറിയാതെ മാറ്റിവെക്കാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രിയുടെയും മറ്റാൾക്കാരുടെയും ഇമേജ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ജനാധിപത്യം തട്ടിപ്പാണല്ലോ. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം ന്യൂനപക്ഷങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യമല്ലേ ജനാധിപത്യം? ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യമാണ് ജനാധിപത്യം എന്ന നിർവചനം ഒരു പാശ്ചാത്യ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ആരാണ്? വാസ്തവത്തിൽ ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം നിയമസഭയിലേ ഉള്ളൂ. ഭൂരിപക്ഷം നിയമസഭയിലും പാർലമെൻറ്റിലും മാത്രമേ ഉള്ളൂ. ജനങ്ങളിൽ ഭൂരിപക്ഷം കൂടെ കൂടെയാണോ? 2014 282 സീറ്റ് നേടി കേവല ഭൂരിപക്ഷം നേടി പാർലമെൻറ്റിലെത്തുമ്പോൾ BJPക്ക് കിട്ടിയിട്ടുള്ളത് 30% വോട്ടാണ്. അപ്പോൾ ബാക്കി 70% എവിടെ കിടക്കുന്നു? അപ്പോൾ ഭൂരിപക്ഷമല്ല. അപ്പോൾ കേവലമായ അംഗസംഖ്യയിലുള്ള ഭൂരിപക്ഷമാണ്. ജനങ്ങളുടെ മനസ്സിപ്പോഴും പൂർണ്ണമായിട്ടും ഈ സർക്കാരിന് പിന്നിൽ പോയിട്ടില്ല. അതുമാത്രമാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ മുന്നിലുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷ കൈവിടാതെ കർഷകരും മഹാഭൂരിപക്ഷം വരുന്ന കർഷകരെയും ജനങ്ങളെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മഹതിയായ പ്രാതിനിധ്യം എല്ലാ സെക്ഷൻസിനും എല്ലാ വിഭാഗത്തിനും കൊടുത്തുകൊണ്ട് 2 കാര്യം പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വനിതകൾ, മറ്റത് പട്ടികജാതി പട്ടികവർഗം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്ന പട്ടികജാതി പട്ടികവർഗമാണ്. കാരണം എന്താ? ജന്മനാ തന്നെ അവർക്ക് ഭൂസ്വത്തില്ല. സർക്കാരിൻ്റെ സംവരണത്തിലൂടെ അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടില്ല.
ഈ രണ്ട് കാര്യങ്ങളും അവരെ പിന്നാക്കാവസ്ഥയ്ക്ക് ഇപ്പോഴും കാരണമാണ്. അവരെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തിയാൽ അവർ നല്ല ശക്തിയായിട്ട് വളർന്നു വരും. അവരെ പിന്തുണയ്ക്കണം. 1976 സുപ്രീം കോടതി ജഡ്ജിയായ നമ്മുടെ കേരളീയനായ VR കൃഷ്ണയ്യർ ഒരു കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. NM തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സർവീസ് കേസാണ്. അതിൽ അദ്ദേഹം പറയും, എന്തിനാണ് സംവരണം? അതൊരു ലിഫ്റ്റിംഗ് ഹാൻഡാണ്, ഒരു കൈത്താങ്ങാണ്. അദ്ദേഹം പറയുന്നു, ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട് ഇക്വാളിറ്റി ബിഫോർ ലോ. അദ്ദേഹം പറയുകയാണ്, എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ എ ഹെയർ ആൻഡ് എ ടോർട്ടോയ്സ് ഈസ് നോട്ട് ആൻ ഈക്വൽ കോമ്പറ്റീഷൻ. ഒരു ആമയും മുയലും തമ്മിലുള്ള മത്സരം തുല്യർ തമ്മിലുള്ള മത്സരമല്ല. തുല്യർ തമ്മിലേ മത്സരിക്കാവൂ. ആമയും തമ്മിൽ മത്സരിക്കണം, അല്ലെങ്കിൽ മുയലും തമ്മിൽ മത്സരിക്കണം. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന പട്ടികവർഗത്തിന് ഒരു കൈത്താങ്ങ് കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ, അതെല്ലാ സ്ഥലങ്ങളിലും വേണം. ഉദ്യോഗത്തിൽ മാത്രം പോരാ. ഇപ്പോൾ പാർട്ടികളാണെങ്കിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ അത് ബോധപൂർവം കൊണ്ടുവരണം. അങ്ങനെയാണല്ലോ പണ്ട് കേഡർമാരെ ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥി രംഗത്ത് നിന്ന് പലരെയും AKGയും പി കൃഷ്ണപിള്ളി EMS ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് നേതാക്കന്മാരാക്കിയത് എങ്ങനെയാണ്? കണ്ടെത്തി ബോധപൂർവ്വം കൊണ്ടുവരണം. അതൊന്ന്. ഇന്ത്യൻ ജനതയിൽ 50% വരുന്നത് വനിതകളാണ്. വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ കിട്ടിയിട്ടുണ്ടോ? നിയമസഭയിൽ കിട്ടിയിട്ടുണ്ടോ? 30% സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തവരാണല്ലോ കേന്ദ്ര പാർലമെൻറ്റിൽ. 50% സംവരണം കേരളത്തിൽ മാത്രമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ളത്. എന്തുകൊണ്ടാണ്? അത് കേരളത്തിലെ ജനങ്ങളിൽ സ്ത്രീകൾ നേടിയ നേട്ടം കൊണ്ടാണ്. അവരെ അവഗണിക്കാൻ കഴിയാത്തൊരു രംഗത്തേക്ക് അവർ വളർന്നിരിക്കുന്നു. ആ സ്ത്രീകളുടെ കേരളത്തിലെ വളർച്ച നമ്മൾ കണ്ടില്ല എന്നടിച്ചുകൂടാ. അവർ വിചാരിച്ചത് കൊണ്ടാണ് കേരള വികസന മാതൃകയുണ്ടായത്. പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ ശക്തി, ആരോഗ്യരംഗത്ത് അവർക്ക് വന്ന നേട്ടങ്ങൾ, അവരുടെ മനോഭാവത്തിൽ വന്ന മാറ്റം, പ്രസവം ആശുപത്രിയിലായിരിക്കണമെന്ന് അവർ നിർബന്ധപൂർവ്വം തീരുമാനിച്ചതുകൊണ്ടല്ലേ ആയുർദൈർഘ്യം വർദ്ധിച്ചത്, ശിശു മരണ നിരക്ക് കുറഞ്ഞത്, പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവായത് എങ്ങനെയാണ്, ശിശു ജനന നിരക്ക് കുറഞ്ഞത് എന്തുകൊണ്ടാണ്? അതൊക്കെ സ്ത്രീകൾ വിചാരിച്ചതുകൊണ്ടല്ലേ. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ സമൂഹത്തിൻ്റെ ഉയർന്നതിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ രാഷ്ട്രത്തിന് ഉന്നതി ഉണ്ടാക്കാൻ സാധിക്കൂ. അത്തരം രംഗങ്ങളിൽ ബോധപൂർവം ശ്രമിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മാത്രമേ സംഘപരിവാറിൻ്റെ സാംസ്കാരിക ദേശീയത എന്ന ഈ പ്രതിഭാസത്തെ നേരിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.